ഇനി ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് ചുക്കായാണ്. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് വട്ടംകണ്ണിയാണ്. വട്ടംകണ്ണി ക്ലീൻ ചെയ്യുന്ന കൂടി ഞാൻ ഇതിനോടൊപ്പം കാണിക്കുന്നുണ്ട്. 1-2 പേർ എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഫിഷ് ക്ലീനിങ് ഇതിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇതറിയുന്നവർ ക്ഷമിക്കുക, എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതുകൂടി ആഡ് ചെയ്തത്. കുറച്ച് ഉപ്പിട്ട് നന്നായി നമ്മൾ ആ മൺചട്ടിയിലിട്ട് തേച്ച് കഴുകണം. ഇതൊന്ന് വരഞ്ഞു കൊടുക്കണം ഫ്രൈ ചെയ്യാനായി. വരഞ്ഞ് കഷണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഫിഷ് ഫ്രൈ ചെയ്യുന്നതിനായി 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് റെഡിയാക്കണം. നമ്മളുണ്ടാക്കിയ മിക്സ് മീനിലേക്ക് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. എരിവ് കുറച്ച് വേണ്ടവർ കുറച്ച് മുളക് പൊടി ഉപയോഗിച്ചാൽ മതി. ഗ്രേവി തയ്യാറാക്കുന്നതിനായി ഒരു 10-12 ചെറിയ ഉള്ളി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, ഉലുവ, മുളക് പൊടി, പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കാം.
ഒരു ഹാഫ് ഫ്രൈ മതിയാവും. കൂടുതൽ മൂത്ത് കരിഞ്ഞു പോകരുത്. ഗ്രേവി ആക്കാനുള്ളതാണ്. മീൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നും മാറ്റി വയ്ക്കുക. ആ പാനിൽ തന്നെ ഗ്രേവി തയ്യാറാക്കാവുന്നതാണ്. ആ എണ്ണയിൽ ഓയിൽ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. ഉള്ളി അതിലേക്കിട്ട് വഴറ്റിയെടുക്കണം. മീൻ വറുത്ത എണ്ണ വേണ്ട എന്നുള്ളവർക്ക് വേറെ എണ്ണ ഒഴിച്ച് വഴറ്റാവുന്നതാണ്. അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പച്ചമുളക് 2 എണ്ണമാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവ് വേണ്ടാത്തവർ 2 എണ്ണം എടുത്താൽ മതി. ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അല്പം കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിൻ്റെ പച്ചമണം പോകും വരെ ഒന്ന് വറക്കണം. അതിലേക്ക് അല്പം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, കരിഞ്ഞു പോകരുത്. തീ വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് കൊടുക്കുക. ആ സമയത്ത് സോക്ക് ചെയ്ത് വെച്ചിരുന്ന കുടംപുളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക.
കറി നല്ലതുപോലെ തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത മീൻ ഇട്ട് കൊടുക്കണം. തിളച്ച് കറി ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത മീനെല്ലാം ഒന്നൊന്നായി ഇട്ട് കൊടുക്കുക. മീൻ ഇട്ട ശേഷം 10 മിനിറ്റ് ഗ്രേവി ഒന്ന് തിളപ്പിക്കുക. ഫിഷ് ചുക്ക റെഡി. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.